മെറ്റനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാ യാമങ്ങളെക്കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ആദ്യത്തെ ഈവനിങ് വാച്ചിനെ കുറിച്ച് പറഞ്ഞു. ഈവനിങ് വാച്ചിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇനി നമ്മൾ അതിൻ്റെ അടുത്ത നെക്സ്റ്റ് വാച്ചായ സെക്കൻഡ് വാച്ച്, നൈറ്റ് വാച്ച് 9 PM to 12 PM. ഇത് ഹവർ ഓഫ് വിസിറ്റേഷനാണ്, ഒരു ഡിവൈൻ വിസിറ്റേഷനാണ്. എന്ന് പറഞ്ഞാൽ ഡിവൈൻ ഫേവർ, ഡിവൈൻ പ്രൊട്ടക്ഷൻ കിട്ടുന്നതാണ്. ഈ ഡിവൈൻ പ്രൊട്ടക്ഷൻ, ഡിവൈൻ ഫേവറൊക്കെ എന്ന് പറയുന്നത് ബന്ധപ്പെട്ട് വരുന്നത് സെക്യൂരിറ്റി, അതുപോലെ നമ്മുടെ രാഷ്ട്രം, പോലീസ് ഓഫീസേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രൊട്ടക്ഷനാണ്. അതുപോലെ തന്നെ ഈ ഒരു സമയത്താണ് നമ്മുടെ ഡെസ്റ്റിനീസ്, നമ്മുടെ ഭാവി കാര്യങ്ങളൊക്കെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് നെക്സ്റ്റ് ജനറേഷനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന, എന്നുവെച്ചാൽ പ്രഗ്നൻസീസിലിരിക്കുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ് ഈ രാത്രി 9 തൊട്ട് 12 വരെ. നമ്മുടെ ആത്മാവ് നമ്മൾക്ക് നമ്മുടെ വാച്ച് ടൈമിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സൂചിപ്പിച്ചാണ്, ഈ ആത്മാവെന്ന് പറയുന്നത് ശരീരത്തിൻ്റെയും സോളിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ 3 ഘടകമാണല്ലോ, ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്. ഈ 3 കാര്യങ്ങൾ ചേർന്നാണ് നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ഓൾ പേഴ്സണാലിറ്റി ഉണ്ടാക്കിയപ്പെട്ടിരിക്കുന്നത്. സോളിനകത്തുള്ള ഒരു കാര്യമാണ് മൈൻഡ്, വിൽ ആൻഡ് ഇമോഷൻ, 3 ഡയമെൻഷൻ. ഈ സ്പിരിറ്റ് സോളിൻ്റെ ഒരു പാർട്ടല്ല. ഈ സ്പിരിറ്റ് ഉണ്ടാക്കിയത് നമ്മുടെ ഈ ലോകത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പ്, നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിക്കുന്നതിന് മുമ്പേ Efesyർ 1:3 പറയുന്നുണ്ട്, ആത്മീയ മണ്ഡലങ്ങളിൽ നമ്മളായിരുന്നു ലോകസ്ഥാപനത്തിന് മുമ്പേ. അതായത് ദൈവം നമ്മുടെ അസൈൻമെൻറ്റ് ഈ ഫിസിക്കൽ ബോഡിയിലല്ല അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, ഈ ആത്മാവിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആത്മാവിന് സ്ഥലങ്ങളെയും കാലങ്ങളെയും അറിയാം. എന്നാൽ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇമോഷൻസ് അറിഞ്ഞിട്ട് അത് ചൂസ് ചെയ്യുകയാണ്, അത് തിരഞ്ഞെടുക്കുകയാണ്. എനിക്ക് ഡയറക്ഷൻ വേണം എന്നാൽ നിങ്ങളുടെ മൈൻഡ് ആണത് പറയുന്നത്, ആത്മാവല്ല. ആത്മാവിൽ കിട്ടുന്ന ഡയറക്ഷൻ മൈൻഡിനോട് പറഞ്ഞിട്ടാണ് ഡയറക്ഷൻ എടുക്കേണ്ടത്. ഇരമ്യ 1:5 നിന്നെ ഉദരത്തിൽ ഉരുവാക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശദീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു എന്ന് പറയും. അതുകൊണ്ട് നമ്മളെ ഓർഡൈൻ ചെയ്ത് നമ്മളെ ആത്മാവിൽ നമ്മുടെ സകല കാര്യങ്ങളും ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആത്മാവിനറിയാം, നമ്മുടെ DNA ആത്മാവിൻ്റെ കോഡിങ്ങിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ ടൈം ഓഫ് പ്രെയർ, നമ്മൾ ഏത് രീതിയിലാണ് പ്രാർത്ഥിക്കേണ്ടത്. രാത്രിയിലെ യാമങ്ങൾ പോലും ദൈവം നമ്മളെ ചില സമയങ്ങളിൽ നിങ്ങൾ റെഗുലറായിട്ട് എഴുന്നേൽക്കാറുണ്ട്. ഞാനത് അടുത്ത ഒരു യാമമൊക്കെ പറയുമ്പോൾ അത് പറയാം. നമ്മൾ ചില സമയങ്ങളിൽ എഴുന്നേൽക്കാറുണ്ട്. ദൈവം നമ്മളെ എഴുന്നേൽപ്പിക്കുന്നതാണ്. കാരണം എന്താണ്? നമ്മുടെ ആത്മാവിൽ അത് കോടിയിരിക്കുകയാണ്, നിങ്ങളുടെ പ്രെയർ ടൈമായി എന്ന് പറഞ്ഞിട്ട്. സോ ആ ടൈമിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എഴുന്നേൽക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. അപ്പോൾ ഈ 2ാം യാമത്തിലെ സെക്കൻഡ് വാച്ചിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് സെക്യൂരിറ്റിയെ ഓർത്താണ്. നമ്മൾ വേൾഡിനെ ഓർത്ത് പ്രാർത്ഥിക്കുക, ലോകത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക, അടുത്ത ജനറേഷനെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള പ്രാർത്ഥനകളാണ് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടത്. 3rd വാച്ച് 12 PM to 3 AM, രാത്രി 12 തൊട്ട് രാവിലെ 3 വരെ 3rd വാച്ച്. അതിന് മിഡ് നൈറ്റ് വാച്ച് എന്ന് പറയും. അതിന് സാധാരണ പറയുന്നത് മിഡ് നൈറ്റ് വാച്ച് എന്നാണ്. ഈ മിഡ് നൈറ്റ് വാച്ചിൽ ചില സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ മിഡ് നൈറ്റിൽ ശരിക്കും പറഞ്ഞാൽ ഡെവിളുമായിട്ടുള്ളൊരു ബാറ്റിൽ ടൈമാണ്. ഈ മിഡ് നൈറ്റിലാണ്
പ്രിൻസിപ്പാലിറ്റീസ്, വാഴ്ചകൾ നമ്മളെ നോക്കുന്ന സമയമാണ്. ഈ സമയത്ത് പ്രാർത്ഥന ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ വീക്കായി ഇരിക്കുന്ന ആളുകളെ പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ളൊരു സമയമാണ്. ഈ പ്രയർലെസ്നെസ് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഉറങ്ങാൻ പറ്റുന്ന ഒരു സമയമാണല്ലോ ഈ 12 തൊട്ട് 3 വരെയുള്ള സമയം. ആ സമയത്ത് പ്രാർത്ഥിക്കാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞ് പ്രാർത്ഥിക്കാതെ ഇരിക്കുമ്പോഴേ നിങ്ങൾ വീക്കായി പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം ഈ സമയത്തൊരു ബാറ്റിൽ നടക്കുന്ന സമയമാണ്. എക്സോഡസ് പുറപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 4 മോശ ഉത്തരം പറഞ്ഞതെന്നാൽ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അർദ്ധരാത്രിയിൽ ഞാൻ മിസ്രൈമിൻ്റെ നടുവിൽ കൂടി പോകും. അർദ്ധരാത്രിയിൽ ഞാൻ മിസ്രൈമിൻ്റെ നടുവിൽ കൂടി പോകും. എന്താ അവിടെ സംഭവിച്ചതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ സംഭവിച്ചത് ഇസ്രായേൽ മക്കളെ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച ഒരു വലിയ യുദ്ധത്തിൻ്റെ എൻഡായിരുന്നു അവിടെ നടന്നത്. അപ്പോൾ ഇത് അർദ്ധരാത്രിയിലാണ് നടക്കുന്നത്. അതുകൊണ്ട് ഈ പ്രിൻസിപ്പാലിറ്റീസ് ഈ ടെറിട്ടറികളെ നോക്കി ആ പ്രിൻസ് റൂൾ ചെയ്യുന്ന സമയത്ത് ആണ് ഈ യുദ്ധം അല്ലെങ്കിൽ ഈ പ്രാർത്ഥന നടക്കുമ്പോഴേ ഈ ശക്തി പ്രിൻസിപ്പാലിറ്റീസിന് ഇല്ലാതെ പോവുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ പ്രത്യേകം ഓർക്കണം. ആ സമയത്ത് ആ പ്രിൻസിപ്പാലിറ്റിക്ക് അഗൻസ്റ്റായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ്. ഏലിശ ഗേഹസിയോട് പറഞ്ഞ് വാസ് മൈ സ്പിരിറ്റ് ഈസ് വിത്ത് യു. അവിടെ സ്പിരിറ്റ് ഓഫ് ഏലിശ ഗേഹസിയെ ഫോളോ ചെയ്തെന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. 2 രാജാക്കന്മാർ 5-ലുള്ള ഭാഗമാണ്, 5:25 ഭാഗമാണ് പറയുന്നത്. നാമാൻ അവിടെ കഴുകാൻ പോയി. അതിനുശേഷം ദ സ്പിരിറ്റ് ഈസ് വിത്ത് നാമാൻ ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ഏലിഷ വാസ് എൻഗൾഫ് ഇൻ ദ ഓൾഡ് സിറ്റി. ഏലിശയുടെ ആത്മാവ് ആ സിറ്റി മുഴുവൻ കറങ്ങുന്ന ഒരു അനുഭവമായിരുന്നു. എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പാലിറ്റിയെ കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള ഒരു ആത്മാവ്, അങ്ങനെ തന്നെ പറയാം. അങ്ങനെയുള്ളൊരു കഴിവ് ഏലിശയ്ക്കുണ്ടായിരുന്നു. ഏലിശയിലുണ്ടായിരുന്ന ദൈവിക ശക്തിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഗേഹസി അല്ലെങ്കിൽ സെർവൻ്റ് ഓഫ് ഗോഡ് അവിടെ ഇത് കാണുന്ന എന്താണ്, അവിടെ ആകാശത്ത് തീ കൊണ്ടുള്ള തേരും തേരാളിയൊക്കെ കാണുന്നത് അതുകൊണ്ടാണ്. അവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം, അർദ്ധരാത്രിയിൽ പ്രിൻസിപ്പാലിറ്റീസിന് അഗൻസ്റ്റായിട്ട് ഫൈറ്റ് ചെയ്യേണ്ട ഒരു സമയമാണ്. ആ സമയം ദാറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ടൈം ഓഫ് ദ വാർ. ആ സമയത്ത് വലിയ റിലീസ് വരുന്ന സമയമാണ്. ഫസ്റ്റ് ബോൺ ആദ്യജാതനെല്ലാം കൊല്ലപ്പെട്ടു ആ രാത്രിയിൽ. സ്ലേവറി വാസ് പുട്ട് ആൻ എൻഡ്. ഈ അവറിലാണ് അവിടുത്തെ അടിമത്തത്തിൽ നിന്ന് അവരെ വിടുവിച്ചതെന്ന് കാണുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ ശിംശോൻ അർദ്ധരാത്രി വരെ കിടന്നുറങ്ങി അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് പട്ടണവാതിലിൻ്റെ കതകും കട്ടളക്കാൽ 2 ഓടാമ്പലൂടെ പറിച്ചെടുത്ത് ചുമലിൽ വെച്ച് പുറപ്പെട്ട് ഹെബ്രോനെതിരെയുള്ള മലമുകളിൽ കൊണ്ടുപോയി. ശിംശോൻ രാത്രി വരെ കിടന്നു, അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ്. എന്തിനാ അവൻ രാത്രിയിൽ ഈ മിഡ് നൈറ്റ് വരെ വെയിറ്റ് ചെയ്ത്? ഈ മിഡ് നൈറ്റ് ഒരു സൂപ്പർ നാച്ചുറൽ ഹെൽപ്പിൻ്റെ സമയമായിരുന്നു. അതുകൊണ്ടാണ് അവൻ മിഡ് നൈറ്റ് വരെ എഴുന്നേറ്റത്. സങ്കീർത്തനം 119-ന്റെ 62-ാം വാക്യത്തിലെ 119-ന്റെ 62-ലെ അറ്റ് ദ മിഡ് നൈറ്റ് ഐ വിൽ റൈസ് ടു ഗീവ് യു താങ്ക്സ്. നിന്റെ നീതിയുള്ള വിധികൾ ഹേതുവായി നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും. അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കുക. അറ്റ് ദ മിഡ് നൈറ്റ് ഐ വിൽ പ്രൈസ്, ഇറ്റ് ഈസ് ദ അവർ ഓഫ് പ്രൈസ്. അപ്പോസ്തല പ്രവൃത്തി 16:25 ശീലാസും പൗലോസും മിഡ് നൈറ്റിൽ ദൈവത്തെ സ്തുതിച്ചു, ചെങ്ങലകളെല്ലാം വിട്ടുപോയി. ഡെലിവറൻസ് കം അറ്റ് ദ നൈറ്റ് അറ്റ് ദ മിഡ് നൈറ്റ് പ്രയർ.
അതിൽ ഈ രാത്രി യാമങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ പൈശാചിക ശക്തികളിൽ നിന്നുള്ള ഒരു വിടുതൽ, ഒരു വലിയ ഡെലിവറൻസ് വരികയാണെന്ന് നമ്മൾ മറന്നു പോകരുത്. അത് വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മുടെ ജീവിതങ്ങളിൽ വലിയൊരു ഡെലിവറൻസ് വരുന്നത്. സോ ദ ബാറ്റിൽ ഫോഴ്സസ് ഓഫ് ഡാർക്ക്നെസ്, ഈ അന്ധകാരത്തിൻ്റെ ദുഷ്ടാത്മശക്തി സേന, അത് നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് മാറ്റപ്പെടുവാൻ അർദ്ധരാത്രിയിലെ പ്രാർത്ഥനയ്ക്ക് സാധ്യമാണ്. അത് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലെ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കുന്നതിൽ കാണുന്നു. 29-ാം വാക്യത്തിലെ 12:29 അർദ്ധരാത്രിയിലോ സിംഹാസനത്തിലിരുന്ന ഫറവോൻ്റെ ആദ്യജാതൻ മുതൽ കുണ്ട്രയിൽ കിടന്ന തടവുകാരൻ്റെ ആദ്യജാതൻ വരെയും മിസ്രൈം ദേശത്തിലെ ആദ്യജാതന്മാരെയും മൃഗങ്ങളെയും കടിഞ്ഞൂലുകളെയും എല്ലാം യഹോവ സംഹരിച്ചു. യഹോവ സംഹരിച്ചു. യഹോവ സംഹരിച്ചു. യെസ്, നമ്മളല്ല. അർദ്ധരാത്രിയിലുള്ള പ്രാർത്ഥനയിൽ ദാറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ അർദ്ധരാത്രിയിൽ രണ്ടാമത്തെ കാര്യം, അർദ്ധരാത്രിയിലുള്ള പ്രാർത്ഥനയിലെ ഓൾ സ്പിരിച്വൽ കോൺഫ്ലിക്ട്സ് ആൻഡ് ബ്രേക്ക് ത്രൂ ഹാപ്പൻസ്. പൗലോസ് ശീലാസും അപ്പോസ്തല പ്രവൃത്തി 16 പ്രാർത്ഥിച്ചപ്പോഴേ ഷൂക്ക് എവരി ഫൗണ്ടേഷൻ, അത് ഭൂമിയിലൊക്കെ ഉണ്ടായി. അത് ഭൂമിയിലൊക്കെ ഉണ്ടായിട്ട് കാണുന്നു. അത് അർദ്ധരാത്രിയിലുള്ള പ്രാർത്ഥനയാണ്. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുമ്പോഴേ അവിശ്വാസികളായ ആളുകൾ, ചുറ്റുമുള്ള അവിശ്വാസികളായിട്ടുള്ള ആളുകൾ ഈ അവരുടെ വിശ്വാസം കാണുവാനായിട്ട് ഇടവന്നു. അതുകൊണ്ട് ഇറ്റ് ഈസ് എ ടൈം ഓഫ് ഡിവൈൻ എൻകൗണ്ടർ. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ഡിവൈൻ സ്വർഗീയമായിട്ടുള്ള ഒരു യുദ്ധത്തിൻ്റെ സമയമാണ്. ദൈവം തൻ്റെ ദൂതന്മാരെ ഇറക്കി ചെയിനുകൾ ഓപ്പൺ ചെയ്യും, ഡോറുകൾ ഓപ്പൺ ചെയ്യും. ഇതെല്ലാം സംഭവിക്കുന്നത് ഈ അർദ്ധരാത്രിയിലെ പ്രാർത്ഥനയാണ്. ഈ അർദ്ധരാത്രിയിലെ 4ാമത് മിഡ് നൈറ്റ് ഈസ് എ ബാറ്റിൽ ഫീൽഡ് ഓഫ് ദ സ്പിരിറ്റ്. രാത്രിയിലെ യാമങ്ങളിലാണ് ഈ ആത്മാക്കളുടെ ഒരു ബാറ്റിൽ ഫീൽഡ് നടക്കുന്നത്. അത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേ നിങ്ങളുടെ ദൂതനെ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇരിക്കുന്ന ദൂതനെ അവിടെ പ്രവർത്തിക്കാനായിട്ട് ഇടവരുത്തുകയാണ്. മിഡ് നൈറ്റ് ഈസ് എ ടൈം ഓഫ് ഡെലിവറൻസ്. ഒരു ഡെലിവറൻസിൻ്റെ സമയമാണ് അർദ്ധരാത്രി. ഡിവൈൻ ഫേവർ ആൻഡ് ഓപ്പൺ ഹെവൻ ആൻഡ് സൂപ്പർ നാച്ചുറൽ ബ്ലെസ്സിങ്. എല്ലാ രീതിയിലുള്ളൊരു ഫേവർ നിങ്ങൾക്ക് വരുന്നൊരു സമയം, അത് സൂപ്പർ നാച്ചുറൽ ബ്ലെസ്സിങ് വരുന്നൊരു സമയം. യോബ് പറയുന്ന പോലെ, നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുന്ന പോലെ നമ്മൾ ഒരു ഡേ കമാൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ജീവിതങ്ങളെക്കുറിച്ച് ഓർഡർ ചെയ്യേണ്ട ഒരു സമയമാണ് ഈ അർദ്ധരാത്രി. ഈ അർദ്ധരാത്രിയിലെ സ്പിരിറ്റ്സ് ഡെലിവർ ചെയ്യുന്നൊരു സമയമാണ്. സോ വി ഹാവ് ടു ഗീവ് ദ ഓർഡേഴ്സ് ത്രൂ പ്രയർ. യേശുക്രിസ്തു ജീസസ് പ്രേയ്ഡ് ഇൻ ദ മിഡ് നൈറ്റ്. യേശു അർദ്ധരാത്രിക്ക് പോയി മലയിൽ പോയി പ്രാർത്ഥിച്ചായിട്ട് കാണുന്നു. എന്തിനാണ് യേശു അർദ്ധരാത്രി പോയി പ്രാർത്ഥിച്ചത്? യേശു ദൈവപുത്രനായിരുന്നല്ലോ. യേശുവിന് എന്തിനാണ് ഈ അർദ്ധരാത്രി പോയി പ്രാർത്ഥിക്കാനായിട്ടുള്ള ആവശ്യം? സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ പ്രയർ ഫ്രം the third watch 12 a.m. to 3 a.m. it is very important for deliverance. നിങ്ങൾ ആരെങ്കിലും, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും ഈ പൈശാചിക കെട്ടുകളിൽ അടിമപ്പെട്ടിരിക്കുകയാണെങ്കിൽ, ഏതെങ്കിലും പൈശാചികമായിട്ടുള്ള ഒരിക്കലും അഴിക്കാൻ പറ്റത്തില്ല എന്നുള്ള കെട്ടിലിരിക്കുകയാണെങ്കിൽ, അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, ഈ അർദ്ധരാത്രി യാമങ്ങളിൽ നിങ്ങൾ എഴുന്നേറ്റൊന്ന് പക്ഷവാതം ചെയ്യുമെങ്കിൽ യു ക്യാൻ സേ യു ആർ ഓർഡറിങ് യുവർ സ്പിരിറ്റ്. പ്രാർത്ഥനയിൽ കൂടി ദൈവം കമാൻഡ് ചെയ്യും. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ദൂതന്മാരെ അവിടെ ഇറങ്ങി നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും. എല്ലാ ചങ്ങലകളും അഴിയും, എല്ലാ ഡോറുകളും തുറന്നു വരും. മറ്റുള്ളവർ, അവിശ്വാസികൾ നിങ്ങളുടെ ഫെയ്ത്തിനെ കാണുവാനായിട്ട് വരും. യേശു ക്രിസ്തു പോലും രാത്രി മിഡ് നൈറ്റിൽ പോയി പ്രാർത്ഥിച്ചതായിട്ട് നമ്മളെ കാണും. യെസ്, ഇറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ടൈം ഓഫ് അവർ പ്രയർ. രാത്രി യാമപ്രാർത്ഥനകൾ ഒരു ട്രഡീഷണലായിട്ടൊരു ആചാരമല്ല, ദൈവസന്നിധിയിലിരുന്ന് പക്ഷവാതം ചെയ്യുന്ന ഒരു അനുഭവം. ദാറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. സോ മിഡ് നൈറ്റ് ഈസ് ദ കീ അവർ ഓഫ് സ്പിരിച്വൽ കോൺഫ്ലിക്റ്റ് ആൻഡ് ബ്രേക്ക് ത്രൂ. അത് മനസ്സിലാക്കി രാത്രിയിലെ യാമങ്ങളിലിരുന്ന് പക്ഷവാതം ചെയ്യുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവത്തിന് പിന്നെ
റിലീസ് ചെയ്യാതിരിക്കാൻ പറ്റുകയില്ല. ഗോഡ് വി ഹാവ് ടു ആൻസർ ഇറ്റ്. നിങ്ങളൊന്ന് ചെയ്തു നോക്കുമോ? യെസ്, ഇറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇനിയും യാമങ്ങൾ പലതും ഉണ്ട്, മുമ്പോട്ട് പോവുകയാണ്. നമ്മളിപ്പം 3rd വാച്ചിൽ വന്ന് നിൽക്കുകയാണ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇത് കാണുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ ബലപ്പെടുത്തുവാനും സം എക്സ്ചേഞ്ച് ഹാസ് ടു ഹാപ്പൻ ഫ്രം ഹെവൻ. സ്വർഗത്തിൽ നിന്നുള്ള എക്സ്ചേഞ്ചുകൾ നമ്മുടെ ജീവിതത്തിൽ വരുവാനായിട്ടാണ്. നമ്മളിത് വെറുതെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു വിടുകയല്ല. യെസ്, ഇറ്റ് ഈസ് ഹാവിങ് മീനിങ് ആൻഡ് വാല്യൂ. സോ ദ ബാറ്റിൽ ഫോഴ്സ് ഓഫ് ഡാർക്ക്നെസ് സീക്ക് ടു ഡിസ്ട്രോയ് അവർ ലൈഫ്. നമ്മുടെ ദൈവവുമായിട്ട് റിലേഷൻഷിപ്പ് പൊട്ടിച്ച് കളവാൻ, എനിക്കറിയാം വിശ്വാസികളുടെ അനേകരുടെ ജീവിതങ്ങളെ ഇന്ന് പൊട്ടിച്ച് കളയുവാനായിട്ട് പിശാച് ശ്രമിക്കുമ്പോഴേ ഈ മിഡ് നൈറ്റിലിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന അനുഭവം ഉണ്ടെങ്കിൽ there will be a great deliverance. പ്രാർത്ഥിക്കാൻ. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിലെ ഈ മിഡ് നൈറ്റ് വാച്ചിനെ കുറിച്ച് ഞങ്ങൾ പറയുമ്പോഴേ ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഡെലിവറൻസ് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകം ആളുകൾ ഡിപ്രഷനിലിരിക്കുന്നു, പൈശാചികമായിട്ട് അറ്റാക്കിലിരിക്കുന്നു. സ്തോത്രം. ഇന്ന് രാത്രികാലം എന്നോട് ചേർന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമോ? ഈ വലിയൊരു വിടുതൽ നിങ്ങളുടേതായി വരികയാണ്. സ്തോത്രം. ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പിൽ പോയിട്ട് ഭവനത്തിൽ നിന്ന് അടിയുണ്ടാക്കി, ഭവനത്തെ സപ്രസ് ചെയ്ത് മദ്യത്തിനും അടിമയായി ഇന്ന് ജീവിക്കുന്ന ദൈവദാസന്മാർ ഇന്ന് വിടുവിക്കപ്പെടുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് വിടുവിക്കപ്പെടുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഉറബ ഷഖേ റബാലത. യേശുവിൻ്റെ ശക്തി ഇന്ന് നിങ്ങളുടെ മേളിൽ വ്യാപരിക്കാൻ പോകുന്ന ഓർത്ത് സ്തോത്രം, സ്തോത്രം. ദൈവത്തിൻ്റെ കരുണയുള്ള മുഖത്താൽ ദൈവം നിങ്ങളെ നോക്കാൻ പോകുന്ന ഓർത്ത് സ്തോത്രം. ചെങ്ങലകൾ പൊട്ടുകയാണ്. ജീവിതത്തിലെ കാലിലും കയ്യിലും ഒക്കെ പിശാച് ബന്ധിച്ചിരിക്കുന്ന ചെങ്ങലകൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പൊട്ടിമാറുകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവമേ, ഞങ്ങൾക്ക് തരുന്ന അറിവുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ പരിജ്ഞാനമായിട്ട് വലിയൊരു വെളിപ്പാടായി മാറി ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരൊക്കെ എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചു അവർക്കെല്ലാം വലിയ ഡെലിവറൻസ് അയക്കുകയും സഹായിക്കുകയും ചെയ്യണം. നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിലെ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. ഇത് വാച്ച് ചെയ്യുക. നിങ്ങളെ പ്രയർ റിക്വസ്റ്റുകൾ അയച്ചു തരിക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ എന്തെങ്കിലും കമൻറ്റുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. നിങ്ങൾ വിളിക്കാനായിട്ട് ആ നമ്പറിൽ വിളിച്ചാൽ അത് എടുക്കുന്നതാണ്. ഡേ ടൈമിൽ അവൈലബിൾ അല്ലെങ്കിൽ നൈറ്റിൽ തിരിച്ചെങ്കിലും വിളിക്കുന്നതാണ്. പകൽ സമയങ്ങളിൽ ചിലപ്പം അവൈലബിൾ അല്ലായിരിക്കാം. എന്തായാലും ഒരു മിസ് കോൾ കണ്ടാൽ തിരിച്ച് വിളിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ കോൾ ചെയ്യുക, വിളിക്കുക. ഇന്ത്യയിലുള്ളവരോ പുറത്തുള്ളവരോ ഒക്കെ വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് സൺഡേ മീറ്റിങ്ങിനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നിങ്ങളുടെ ഡീറ്റെയിൽസ് തന്നു കഴിഞ്ഞാൽ നിങ്ങളെ അതിൽ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതാണ്. ഡെലിവറൻസ് മീറ്റിങ്ങുകൾ, പ്രയറുകൾ ഫസ്റ്റ് സൺഡേയിലുണ്ട്. നിങ്ങൾ ഈ മിനിസ്ട്രി ഓർത്തും പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.